ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. മുരിങ്ങയിലയുടെ കൂടെ നമ്മൾ മുട്ടയും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസം മുരിങ്ങയില അടർത്തി വൃത്തിയാക്കി അത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ച് പിന്നെ അത് വെള്ളം പോകാനുള്ള പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. മുരിങ്ങയില ആയതുകൊണ്ട് കുറച്ച് വെള്ളം അതിലുണ്ടാകും, അത് അത് പോവില്ല, അതുപോലെ തന്നെ അത് ഒട്ടിയിരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം. ഇതിനാദ്യം വേണ്ടത് ഒരു സവാളയാണ്. സവാള അത് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ, അത് ഞാൻ ചതച്ചതാണ്. അതിനകത്ത് ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. അപ്പോൾ നമുക്ക് പാൻ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നീട് നമുക്ക് മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഭയങ്കര വലുതായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടു. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് അതിലൊന്ന് ആവി കയറട്ടെ. അപ്പോൾ അത് വാടി വരും. ഇനി നമുക്കത് തുറന്നു കൊടുക്കാം. തുറന്നു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാനത് വഴറ്റായിരുന്നു, എന്നാലേ അതിൻ്റെ ആ ഒരു വെള്ളമയം പോവുള്ളൂ. അതിന് ശേഷം നമുക്കത് ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇത്തിരി എണ്ണയും ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടത് ചിക്കിയെടുക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ കൂടി അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം അത് ആ തേയിലിരിക്കുമ്പോൾ അത് തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറും. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇലക്കറികളൊന്നും അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് മുട്ടയും കൂടെ ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.